തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ തിരുവചനമാക്കി തീർക്കണേ എന്നെയും. വചനവർഷത്തോട് അനുബന്ധിച്ചുള്ള ബൈബിൾ ക്ലാസ്സുകളുടെ പരമ്പരയാണിത്. നമ്മൾ സങ്കീർത്തനങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇത് യഹൂദരുടെ പ്രാർത്ഥന പുസ്തകമാണ്. യഹൂദര്, പ്രത്യേകിച്ച് യഹൂദ റബിമാർ സങ്കീർത്തനങ്ങളെ എങ്ങനെ വ്യാഖ്യാനം ചെയ്തു എന്ന് ആമുഖമായി നമ്മൾ പറഞ്ഞു. ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ അവന് 2 വരങ്ങൾ കൊടുത്തു. മൽക്കൂത്ത് ഷീറോത്ത്. മൽക്കൂത്ത് എന്ന ഹീബ്രു വാക്കിൻ്റെ അർത്ഥം രാജത്വം, ഷീറോത്ത് എന്ന് പറഞ്ഞ പാട്ടുകൾ. രാജത്വവും പാട്ട് പാടാനുള്ള വരവും ദൈവം അവന് കൊടുത്തു. എങ്കിലും ആദമും ഹവ്വായും പറുദീസായിൽ 3 മണിക്കൂർ മാത്രമേ ജീവിച്ചുള്ളൂ. അതിനുശേഷം അവർ പാപം ചെയ്തു. പാപം ചെയ്തപ്പോൾ അവർ ബഹിഷ്കൃതരായി. ബഹിഷ്കൃതരായപ്പോൾ അവരുടെ ഈ 2 വരങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടു. അതിനാൽ ദൈവം എന്ത് ചെയ്തു? ദൈവം ഇത് ഇസ്രായേലിന് ഈ വരങ്ങൾ കൊടുക്കാനായി തീരുമാനിച്ചു. അങ്ങനെ ഇസ്രായേലിന് ഈ വരം ലഭിച്ചു. അവർ സീനായി മലയിൽ വെച്ച് ദൈവത്തോടെ ഉടമ്പടി ഉണ്ടാക്കിയപ്പോൾ അവർക്ക് ഈ വരങ്ങൾ ലഭിച്ചു. എന്നാൽ 40 ദിവസത്തിനുള്ളിൽ അവർക്ക് വീണ്ടും ഈ വരങ്ങൾ നഷ്ടപ്പെട്ടു. മോശ 40 ദിവസം മലമുകളിലായിരുന്നു. അവൻ തിരിച്ചു വരാഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ദൈവത്തെ കണ്ട മാത്രയിൽ മോശ മരിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ട് നമുക്ക് പുതിയ ഒരു നേതാവിനെ തിരഞ്ഞെടുത്ത് നമുക്ക് ഈജിപ്തിലേക്ക് മടങ്ങാം. അങ്ങനെ ഈജിപ്തിലെ മനുഷ്യരെ ആരാധിച്ചിരുന്ന ഒരു കാളക്കുട്ടിയെ അവർ സ്വർണം കൊണ്ടുണ്ടാക്കി അതിനെ ആരാധിച്ചു എന്ന് വായിക്കുന്നു. അങ്ങനെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രായേലിനും ആ വരങ്ങൾ നഷ്ടപ്പെട്ടു. പിന്നീട് ദൈവം ദാവീദിനെ തിരഞ്ഞെടുക്കുന്നു. ദാവീദ് സുമുഖനും പ്രത്യേക വിധം കണ്ണുകൾക്ക് ശക്തിയുള്ളവനുമായിരുന്നു. അവൻ്റെ കണ്ണുകൾ മനോഹരമായിരുന്നു, പവിഴ നിറമുള്ളവനായിരുന്നു എന്ന് ബൈബിളിൽ നാം വായിക്കും. ഈ കണ്ണിൻ്റെ ശക്തിയും സൗന്ദര്യവും ആത്മീയ വരങ്ങളായിട്ടാണ് യഹൂദ റബിമാർ വ്യാഖ്യാനം ചെയ്യുന്നത്. അങ്ങനെ അവന് ഈ വരം ലഭിച്ചു. എങ്കിലും ബത്ശബയെ അവൻ നിരീക്ഷിക്കുകയും അവളോടൊപ്പം പാപം ചെയ്യുകയും അവളുടെ ഭർത്താവിനെ വധിക്കുകയും ചെയ്തപ്പോൾ ദാവീദിനും ഈ വരം നഷ്ടപ്പെട്ടു. പിന്നീട് ദൈവം പറഞ്ഞു, ഇനി ഒരാൾ വരും, അത് മിശിഹായാണ്. മിശിഹ മാത്രമാണ് ഈ രാജത്വവും അതുപോലെ പാട്ടുകളുടെ വരവും തുടർന്ന് നൽകാൻ പര്യാപ്തനായവൻ. അതിനാൽ ഇത് അവസാനം പോയി നിൽക്കുന്നത് മിശിഹായിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആമുഖമായിട്ട്, ലൂക്കായുടെ 24:44 കർത്താവ് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും
എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിറവേറ്റപ്പെടണമെന്ന് നിങ്ങൾക്കറിയാമായിരുന്നില്ലേ? അപ്പോൾ ബാക്കി ഭാഗങ്ങളെല്ലാം നിയമവും പ്രവാചകന്മാരും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ആകട്ടെ കർത്താവ് പറയുന്നു സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് 150 സങ്കീർത്തനങ്ങളും കർത്താവിനെ കേന്ദ്രീകൃതമായിട്ടാണ് പറയുന്നത് എന്ന് യേശു അവകാശപ്പെടുകയാണ്. നമ്മൾ പിന്നീട് കണ്ടത് ആദിമ ശിഷ്യന്മാർ, ആദിമ സഭ എങ്ങനെ സങ്കീർത്തനങ്ങളെ കണ്ടു. 9-ാം മണിക്കൂറിൽ പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയി എന്ന് വായിക്കുന്നു. അങ്ങനെ അവിടെ വെച്ച് ജന്മനാ മുടന്തനായ ഒരുവൻ ഭിക്ഷയാചിക്കുന്നു. അവനോട് പറയുന്നു, ഞങ്ങളുടെ കയ്യിൽ സ്വർണവും വെള്ളിയുമില്ല, എങ്കിലും ഒന്നുണ്ട്, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്ന ആ വേദഭാഗം നമ്മൾ ഓർക്കുന്നുണ്ടാവും. അതവർ പോയത് 9-ാം മണിക്കൂറിലെ യാമപ്രാർത്ഥനയ്ക്ക് പോയ അവസരത്തിലാണ്. ഈ യാമപ്രാർത്ഥനകളെല്ലാം തന്നെ സങ്കീർത്തനങ്ങളുടെ ആലാപനമായിരുന്നു. പിന്നീട് നമ്മൾ ആദിമസഭയുടെ ചരിത്രത്തിലേക്ക് വന്നു. ഞാനിത് പറഞ്ഞ് പോകുന്നത് നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ഒന്ന് ഓർപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ആദിമസഭയിൽ ഇതിൻ്റെ ഏറ്റവും വലിയ സാക്ഷി വിശുദ്ധനായ ഇവാനിയോസ് അല്ലെങ്കിൽ മാർ ക്രിസോസ്റ്റം ആണ്. അദ്ദേഹം അന്ത്യോക്യക്കാരനായിരുന്നു. പിന്നീട് ഗ്രീക്ക് സഭയ്ക്ക് സ്വന്തമായി മെത്രാന്മാരില്ലാതിരുന്നതിനാൽ അന്ത്യോക്യയിൽ നിന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ അല്ലെങ്കിൽ ഇന്നത്തെ ഇസ്താംബൂളിൽ അദ്ദേഹം മെത്രാനായി എന്നുള്ള കാര്യം നമുക്കറിയാം. ഇന്ന് അദ്ദേഹം ഒരു ഗ്രീക്ക് ഫാദറായിട്ടാണ് അറിയപ്പെടുന്നതെങ്കിലും അദ്ദേഹം അന്ത്യോക്യൻ തുറിയാനിക്കാരനായിരുന്നു എന്നുള്ള കാര്യം മറക്കണ്ട. അതുകൊണ്ട് ആദിമ അന്ത്യോക്യൻ സുറിയാനി സഭയിൽ എങ്ങനെയാണ് സങ്കീർത്തനങ്ങളെ കണ്ടതെന്ന് നമ്മൾ പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, വിശ്വാസികൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് കൂടുമ്പോൾ ആദ്യം ദാവീദാണ്, മധ്യത്തിൽ ദാവീദാണ്, അവസാനത്തിൽ ദാവീദാണ്. അതുപോലെ പ്രഭാത പ്രാർത്ഥനയ്ക്കും ഒന്നാമത് ദാവീദാണ്, രണ്ടാമത് ദാവീദാണ്, അവസാനവും ദാവീദാണ്. ഫ്യൂണറൽ സർവീസസ്, അതായത് വിലാപ യാത്രകൾ, മരിച്ചവരെ കൊണ്ടുള്ള വിലാപയാത്രയിലും ഡേവിഡ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. ഈ ഹോമിലി ഓഫ് എബൌട്ട് പെനിറ്റൻസ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഹോമിലിയിലാണ് സെൻറ്റ് ജോൺ ക്രിസോസ്റ്റം ആദിമസഭ എങ്ങനെ സങ്കീർത്തനങ്ങളെ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നത്. അതുപോലെ സെൻറ്റ് അഗസ്റ്റിൻ്റെ ഒരു ഉദ്ധരണി നമ്മൾ പറഞ്ഞു, ഇസ്തേ കന്താത്തോർ സൽമോരു, കർത്താവിനെ കുറിച്ചാണ് അവർ. ഹീസ് ഹിംസെൽഫ് ദ സിംഗർ ഓഫ് സാംസ്. നമുക്കറിയാം, യേശു കുരിശിൽ കിടന്ന് മരിക്കുമ്പോഴും 2 സങ്കീർത്തനങ്ങളെ ചൊല്ലി എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. ഒന്ന് 22-ാം സങ്കീർത്തനത്തിൻ്റെ ആരംഭം, അതിൽ ആദ്യവാക്യം, ദൈവമേ എന്തുകൊണ്ട് എന്നെ നീ കൈവിട്ടു എന്നുള്ളത് 22-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യവാക്യമാണ്. അതുപോലെ യേശു മരിക്കുമ്പോഴും പിതാവേ നിൻ്റെ കരങ്ങളിൽ എൻ്റെ ജീവനെ ഞാൻ അർപ്പിക്കുന്നു എന്നുള്ളത് സങ്കീർത്തനം 31-5 വാക്യമാണ്. അങ്ങനെ ആദ്യം മുതൽ ബാല്യകാലം മുതൽ സങ്കീർത്തനങ്ങൾ പഠിച്ച യേശു തൻ്റെ മരണക്കിടക്കയായ കുരിശിലും സങ്കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് മരിക്കുന്നത് എന്നുള്ള കാര്യവും നമുക്ക് ഓർമ്മിക്കാം. നമുക്ക് 150 സങ്കീർത്തനങ്ങളെക്കുറിച്ച് മൊത്തം പറയുവാൻ നമുക്ക് സമയമില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ സങ്കീർത്തനങ്ങളുടെ സാഹിത്യ രൂപമനുസരിച്ച് പല ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നുണ്ട്. സങ്കീർത്തനത്തിൻ്റെ പേര് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.
സഫർ തെഹില്ലിം, ഇതാണ് ഹീബ്രുവിൽ ദ ബുക്ക് ഓഫ് ഹിംസ് എന്നാണ്. തെഹില്ലിം എന്ന് പറഞ്ഞാൽ പ്രൈസാണ്, ദൈവത്തിനുള്ള സ്തോത്രം അർപ്പിക്കുന്നതാണ്. എങ്കിലും നമ്മൾ മനസ്സിലാക്കുക, 73 സങ്കീർത്തനങ്ങൾ മാത്രമേ ദാവീദ് രചിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഇന്നത്തെ പണ്ഡിത മതം. ബാക്കിയുള്ള സങ്കീർത്തനങ്ങൾ ആസാഫ്, കോരാഹിൻ്റെ മക്കൾ, മോശയുടെ സങ്കീർത്തനമുണ്ട്. അതുപോലെ നമുക്കറിയാം യദൂത്താൻ എന്ന് പറയുന്ന മൈനർ ഓതേഴ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു സംഗതി, 150 സങ്കീർത്തനങ്ങളും ദാവീദിൻ്റേതാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുമെങ്കിലും അതിൽ 73 മാത്രമേ ദാവീദ് രചിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ആരോപിക്കപ്പെട്ടിരിക്കുകയാണ്, അസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടത് ഇതെല്ലാം സ്തോത്രഗീതങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതിൻ്റെ സാഹിത്യ രൂപം അനുസരിച്ച് ഒരു വലിയ ഗ്രൂപ്പ് സ്തോത്രങ്ങളുണ്ട്, സ്തുതിഗീതങ്ങളുണ്ട്. പിന്നീടുള്ളത് ഏറിയ പങ്ക് വിലാപങ്ങളാണ്. പിന്നെ സാംസ് ഓഫ് ട്രസ്റ്റ്, മനുഷ്യൻ ദൈവത്തിൽ എങ്ങനെ ശരണപ്പെടുന്നു. ഉദാഹരണമായിട്ട്, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ നീ കൈവിട്ടു എന്ന് 22-ാം സങ്കീർത്തനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആരും കർത്താവ് കുരിശിൽ മരിച്ചത് നിരാശനായിട്ടാണ് എന്ന് പറയരുത്. കാരണം അത് മുമ്പോട്ട് വായിച്ചു പോകുമ്പോൾ 22-ാം സങ്കീർത്തനത്തിൻ്റെ 4-5 വാക്യങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ടെ പറയും, നിന്നിൽ ആശ്രയിച്ചവരാരും ലജ്ജിതരായിട്ടില്ല. അതുകൊണ്ട് അതൊരു സാം ഓഫ് ട്രസ്റ്റിൻ്റെയും ഒരു ഫോമാണ്. പിന്നീടുള്ളത് ആരാധനാ സമയത്ത് യഹൂദർ ചൊല്ലിയിരുന്നത് പ്രഭാത പ്രാർത്ഥനയ്ക്കും അതുപോലുള്ള ബലിയുടെ, സന്ധ്യാബലിയുടെയും പ്രഭാത ബലിയുടെയൊക്കെ നേരത്തെ ചൊല്ലിയിരുന്ന പ്രാർത്ഥനകളുണ്ട്. കൂടാതെ ഉള്ള ഒരു വലിയ ഗ്രൂപ്പ് വിജ്ഞാന കീർത്തനങ്ങളുണ്ട്. ദൈവത്തോട് എന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യരെ പഠിപ്പിക്കുന്ന സങ്കീർത്തനങ്ങളാണ്. അതിൽ ഉദാഹരണമായിട്ട് സങ്കീർത്തനം 1, 37, 49, 73 മുതലായ സങ്കീർത്തനങ്ങളെല്ലാം മനുഷ്യർക്ക് ഒരു പാഠമായിട്ടാണ്. പിന്നെ മെസ്സിയായെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കീർത്തനങ്ങളുണ്ട്. ജെറുസലേമിലേക്കുള്ള ആരോഹണ കീർത്തനങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, ജെറുസലേം ദേശം സമുദ്രനിരപ്പിൽ നിന്ന് 2500 അടിയോളം ഉയരത്തിലാണ് ആ പട്ടണം. അപ്പോൾ ഏത് ഭാഗത്തു നിന്ന് വന്നാലും തീർത്ഥാടകർ വന്നാലും ആരോഹണമാണ്. അതായത് തീർത്ഥാടകർ ഒരുമിച്ച് പാട്ട് പാടിക്കൊണ്ടാണ് ദൈവാലയത്തിലേക്ക് പോയിരുന്നത്. അങ്ങനെ ആരോഹണ കീർത്തനങ്ങൾ. സിയോൻ കീർത്തനങ്ങളുണ്ട്. ദൈവം മറ്റനേകം പട്ടണങ്ങളുണ്ടെങ്കിലും രാജ്യങ്ങളുണ്ടെങ്കിലും സിയോനെ തൻ്റെ വാസസ്ഥലമായി തിരഞ്ഞെടുത്തു എന്നതിനെക്കുറിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഈ സിയോനിലെ ദൈവത്തെ രാജാവായിട്ട് ചിത്രീകരിച്ച് ചൊല്ലുന്ന രാജകീയ, ദൈവത്തെ രാജാവായിട്ട് സങ്കല്പിച്ച് ചൊല്ലുന്ന രാജകീർത്തനങ്ങളുണ്ട്. ആകട്ടെ, അത് മതിയാവും. സങ്കീർത്തനങ്ങളിൽ ഇന്ന് നമ്മൾ പ്രത്യേകമായി കാണാൻ ആഗ്രഹിക്കുന്നത് സങ്കീർത്തനം 51. നമ്മൾ സാധാരണയായിട്ട് അനുതാപ സങ്കീർത്തനങ്ങൾ എന്ന് പറഞ്ഞ് നമ്മുടെ പ്രാർത്ഥനാ പുസ്തകങ്ങളിലും ഒക്കെ കൊടുത്തിട്ടുള്ളത് സങ്കീർത്തനം 6, 32, 38, 51, 102, 130, 143 അങ്ങനെ 7 സങ്കീർത്തനങ്ങളാണ്. എന്നാൽ സങ്കീർത്തനം 51
നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു സങ്കീർത്തനമാണ്. ഏത് കൂദാശയോ നമസ്കാരങ്ങളോ ഒക്കെ ചൊല്ലുന്നതിന് ആമുഖമായിട്ട് നമ്മളെപ്പോഴും ചൊല്ലുന്നത് 51 സങ്കീർത്തനമാണ്. ഈ 51 സങ്കീർത്തനത്തിനെ പണ്ഡിതർ വിളിക്കുന്നത് സങ്കീർത്തനങ്ങളുടെ സങ്കീർത്തനം, പാട്ടുകളുടെ പാട്ട് എന്ന് പറയുന്നത് പോലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഹിം എന്നുള്ള അർത്ഥത്തിലാണ് പാട്ടുകളുടെ പാട്ട് എന്ന് പറയുന്നത്. സങ്കീർത്തനങ്ങളുടെ സങ്കീർത്തനം എന്ന് പറയുമ്പോൾ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സോങ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഈ സങ്കീർത്തനം 51 നമ്മൾ കടക്കുമ്പോൾ നമ്മൾ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. റിപ്പൻറ്റൻസ്, റെക്കഗ്നീഷൻ ഓഫ് ഗിൽറ്റ്, പാപം അംഗീകരിക്കുക, അതിനെക്കുറിച്ച് അനുദപിക്കുക, അത് ഏറ്റുപറയുക, റിസ്റ്റോറേഷന് വേണ്ടി, പുതുക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, എങ്ങനെ പരിഹാരം ചെയ്യുമെന്ന് പറയുക, പാപി തന്നെ മറ്റു പാപികളെ എങ്ങനെ ദൈവത്തിലേക്ക് കൊണ്ടുവരും എന്ന് പ്രതിജ്ഞ എടുക്കുക, അതുപോലെ തനിക്ക് വേണ്ടി തന്നെയല്ല പ്രാർത്ഥിക്കുക, പിന്നെയോ തൻ്റെ ജനത്തിന് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുന്നു. ജനത്തിൻ്റെ നവീകരണത്തിനായി സിയോൻ്റെ കോട്ടകളെ പുതുക്കണമേ എന്ന് പറയുമ്പോൾ തനിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയല്ല, തൻ്റെ ജനത്തിന് വേണ്ടി ഏറ്റവും വലിയ ആരാധനയുടെയും യഹൂദ സംസ്കാരത്തിൻ്റെയും കേന്ദ്രമായ ആ ജെറുസലേമിൻ്റെ മതിലുകളെ പുതുക്കണമേ എന്ന് പറയുമ്പോൾ സമൂഹത്തിന് മുഴുവൻ ഒരു പുതുക്കം ഉണ്ടാക്കുന്ന സംഗതിയാണ്. കുറച്ചുകൂടി നമ്മൾ അടുത്ത് ചിന്തിക്കുമ്പോൾ എന്താണ് സങ്കീർത്തനം 51 നമ്മളോട് പറയുന്നത്? ഒന്ന്, പാപം എന്ത്, പാപത്തിൻ്റെ ഫലം എന്ത്, പാപാവസ്ഥ മനുഷ്യൻ്റെ മനസ്സിൽ സൃഷ്ടിക്കുന്ന ചില കാര്യങ്ങൾ, പാപത്തിൽ നിന്ന് എങ്ങനെ തിരിച്ചു വരാം, ഈ തിരിച്ചുവരവിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്തൊക്കെയാണ്, ദൈവം എങ്ങനെയാണ് ഈ മനുഷ്യനെ പുനർനിർമ്മിക്കുന്നത്, അവസാനമായി പാപിയുടെ മിഷൻ പ്രവർത്തനം, പാപി എങ്ങനെ മറ്റു പാപികളെ മാനസാന്തരപ്പെടുത്തി ദൈവത്തിലേക്ക് കൊണ്ടുവരും. ഇനിയും ഈ 51 സങ്കീർത്തനത്തിൽ പാപം എന്ന് നമ്മൾ പറയുന്ന വാക്കിന് ഉപയോഗിക്കുന്ന ഹീബ്രു വാക്കുകൾ 3 പ്രധാനമായിട്ട്. ഒന്ന്, ഹത്ത എന്ന് പറഞ്ഞാൽ ലക്ഷ്യം പിഴയ്ക്കുക. ഒരു അമ്പെയ്യുന്ന ആളോ വെടിവെയ്ക്കുന്ന ആളോ അത് വെടിവെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ലക്ഷ്യം തെറ്റിപ്പോവുക, അല്ലെങ്കിൽ ഉദ്ദേശിച്ച വഴി തെറ്റിപ്പോവുക, അതാണ് അതിൻ്റെ അർത്ഥം. ആവോൺ എന്ന് പറഞ്ഞാലും അകന്നു പോവുക. ഉദാഹരണമായി ലൂക്ക 15 മുടിയനായ അല്ലെങ്കിൽ ധൂർത്ത പുത്രൻ്റെ ഉപമയിൽ പറയുന്നു, അവൻ അവകാശമെല്ലാം വാങ്ങിച്ച് പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് ദൂര ദേശത്തേക്ക് പോയി, അകന്നു പോവുക, പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോവുക. പിന്നെയുള്ളത് പെഷ എന്നുള്ള വാക്കാണ്. അത് റിബല്യൻ, ഒരു രാജാവിനെതിരായിട്ട് പ്രജകൾ ഒരു മറുതലിപ്പ് ഉണ്ടാക്കുന്നതാണ്, റിബല്യൻ ഉണ്ടാക്കുന്നതാണ് പെഷ. ഞങ്ങളുടെ ഒക്കെ ചെറുപ്പകാലത്ത് വേദോപദേശത്തിൽ എന്താണ് പാപം എന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഉത്തരം, കൽപ്പനകളുടെ ലംഘനമാണ് പാപം എന്നാണ് പഠിപ്പിച്ചത്. അപ്പോൾ 10 കൽപ്പനകളുണ്ട്, സഭയുടെ കൽപ്പനകളുണ്ട്, സ്നേഹത്തിൻ്റെ കൽപ്പനകളുണ്ട്. അങ്ങനെയുള്ള കൽപ്പനകളുടെ ലംഘനമാണ് പാപം എന്ന് പറഞ്ഞു പഠിപ്പിച്ചു. എന്നാൽ ഇന്ന് കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ദൈവത്തോട് ചെയ്യുന്ന, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ വേദന ഉളവാക്കുന്ന വളരെ വ്യക്തിപരമായ ഒരു കാര്യമാണ്.
ഉദാഹരണമായിട്ട് ചിന്തിക്കുക, ജലപ്രളയത്തിന് മുമ്പ് ബൈബിളിലൊരു പ്രസ്താവനയുണ്ട്, ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. God repented that he created man on the face of the earth. ഇവിടെ വേദനിപ്പിച്ചു, ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. ഉൽപ്പത്തി 6:6. അതുപോലെ യെശയ്യ 43 24 മുതൽ 26 വരെ വാക്യങ്ങൾ, പാപങ്ങളാൽ നിങ്ങൾ എന്നെ ഭാരപ്പെടുത്തുകയും അകൃത്യങ്ങളാൽ നിങ്ങൾ എന്നെ മടുപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം പ്രവാചകന്മാർ ഓരോ കാലത്ത് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഹോസിയ 11:3-5, പിതാവ് പുത്രനെ സ്നേഹത്തോടെ നയിക്കുന്നു, എന്നാൽ ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ അവൻ അങ്ങോട്ട് പോവുകയാണ്. സ്നേഹത്തിൻ്റെ തിരസ്കരണം. ഹോസിയ 11:3-5 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് കൽപ്പനകളുടെ ലംഘനം മാത്രമല്ല പാപം, പിന്നെയോ ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതാണ്. 2, പാപത്തിൻ്റെ ഫലം എന്താണ്? പാപം ചെയ്യുമ്പോൾ പിന്നെ മനുഷ്യന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടണം, അല്ലെങ്കിൽ മറഞ്ഞിരിക്കണം എന്നുള്ള ചിന്തയാണ്. പാപം ചെയ്ത മനുഷ്യൻ ഉടൻ തന്നെ ഒളിച്ചോട്ടമാണ്. അവൻ പോയി കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നു എന്ന് നാം വായിക്കുന്നു. ദൈവം വന്നപ്പോൾ ആദാമേ നീ എവിടെ എന്ന് ചോദിക്കേണ്ടി വന്നു. പാപത്തിന് മുമ്പ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അവർ സന്തോഷിക്കുകയും ദൈവത്തിൻ്റെ കൈപിടിച്ച് പർദീസായിലൂടെ സന്ധ്യാസമയത്ത് ഉലാത്തുകയും ചെയ്തിരുന്നു എന്ന് വളരെ ആന്ത്രപ്പോമോർഫിക്കായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ലജ്ജ തോന്നുക, അതുപോലെ മുറിവ് എന്ന പാപത്തിൻ്റെ ഫലത്തെക്കുറിച്ച് ജെറമിയ 30:12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. മർക്കോസ് 5 പിശാച് ബാധിതൻ ശവക്കോട്ടകളിൽ പോയി തങ്ങുകയും അവിടെ വെച്ച് തൻ്റെ ദേഹത്ത് കല്ലുകൊണ്ടിടിച്ച് വ്രണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു, മുറിവുകൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു എന്ന് നാം വായിക്കുന്നു. അതുപോലെ ഫലം ഇല്ലായ്മ, ബാരൻനെസ്. കർത്താവ് ലൂക്കാ 13 കാണുന്നുണ്ട്, ഒരു അത്തിമരത്തിൽ ഫലം അന്വേഷിക്കുന്നു, അതിൽ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല. അപ്പോൾ ഫലമില്ലാത്ത അവസ്ഥ. ദൈവത്തോട് ഉള്ള ബന്ധം ഛേദിച്ചു കഴിയുമ്പോൾ മനുഷ്യനിൽ സംഭവിക്കുന്ന ഫലങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് ഉള്ളത്. അടുത്തതായിട്ട് ചിന്തിക്കേണ്ടത് പാപത്തിൻ്റെ അവസ്ഥ. ജന്മം മുതലേ ഞാൻ പാപിയാണ്, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ പാപിയാണ് എന്ന് ദാവീദ് സമ്മതിക്കുമ്പോൾ അമ്മയുടെ ഉദരത്തിലുണ്ടായ ജന്മത്തെ പഴിക്കുമല്ല, പിന്നെയോ പാപം എൻ്റെ ജീവിതത്തിൻ്റെ 1-ാമത്തെ സെക്കൻഡിൽ തന്നെ എന്നെ പിടികൂടിയിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പറയാറുണ്ട് കമ്മ്യൂണൽ സിൻ അല്ലെങ്കിൽ സ്ട്രക്ചറൽ സിൻ എന്നൊക്കെ ഇന്നത്തെ രീതിയിൽ പറയാറുണ്ട്. നമ്മളൊരു സമൂഹത്തിലായിരിക്കുമ്പോൾ ആ സമൂഹത്തിൻ്റെ പാപം നമ്മളെയും ബാധിക്കുന്നുണ്ട്, നേരെ തിരിച്ചു. ഇനിയും പാപത്തിൽ നിന്ന് എങ്ങനെ തിരിച്ചു വരാം? ഈ ഒരു മനുഷ്യനും പാപത്തിൽ നിന്ന് സ്വയമായിട്ട് തിരിച്ചു വരാൻ പറ്റില്ല. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ കർത്താവ് പറഞ്ഞു, അവന്
തൻ്റെ പിതാവിൻ്റെ സമ്പത്തെല്ലാം വാങ്ങി സ്വരുക്കൂട്ടി ദൂരദേശത്തേക്ക് പോയി. പക്ഷേ ദൂരദേശത്ത് അവനെ കാത്തിരുന്നത് അടിമത്താണ്. അവന് ഏറ്റവും ഹീന മൃഗമായി സങ്കല്പിക്കപ്പെടുന്ന പന്നികളെ മേയ്ക്കുകയും പന്നികൾക്ക് കൊടുത്തിരുന്ന അമരവിത്തിന് വേണ്ടി പന്നിയോട് പോരാടി കഴിക്കത്തക്കവണ്ണം അത്ര ദയനീയമായ സ്ഥിതിയിലേക്ക് അവൻ്റെ അവസ്ഥ താഴുകയും ചെയ്തു. അപ്പോഴാണ് അവൻ ചിന്തിക്കുന്നത്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ ദാസന്മാരും ദാസികളും തിന്ന് തിമിർക്കുന്നു, അവർ ഭക്ഷണം കഴിച്ചിട്ട് കൊണ്ട് മറിക്കുന്നു. അതുപോലെ ഭക്ഷണം സമ്പൽ സമൃദ്ധിയുള്ള ആ വീട്ടിലെ മകനാണ് ഇപ്പോൾ പന്നിക്കൂട്ടിൽ ഈ ദയനീയമായ സ്ഥിതിയിലിരിക്കുന്നത്. അപ്പോൾ അവന് സുബോധം വന്നു. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോകും എന്നുള്ള തീരുമാനം എടുക്കും. ഇത് ഒരു ദൈവികമായ ഇടപെടൽ പോലെ ദൈവം കൊടുത്ത, മനഃപൂർവ്വം അവന് കൊടുത്ത ഒരു ശിക്ഷയായിരുന്നു എന്നുള്ള രീതിയിലാണ് ലൂക്ക 15 അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ സ്വശക്തിയാൽ ഒരു പാപിക്കും തിരിച്ചു വരാൻ സാധിക്കുകയില്ല. ജെറമിയ 31:18 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ പാപി പ്രാർത്ഥിക്കുന്നതായിട്ട് ജെറമിയ സങ്കല്പിക്കുന്നു, കർത്താവേ എന്നെ തിരികെ വരുത്തണമേ, തിരികെ വരാൻ നീ എന്നെ സഹായിക്കണം, അല്ലെങ്കിൽ എന്നെക്കൊണ്ടത് സാധ്യമല്ല, തിരിച്ചു വരുത്തണം. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ടെങ്കിലേ ഒരാൾക്ക് അനുദപിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനിയും ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവം പല കാര്യങ്ങളും അങ്ങോട്ട് പാപി പറയുന്നു, നീ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരണം. അപ്പോൾ 3 കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത്. ഒന്ന്, ഹീബ്രുവിൽ മഹാഹ് എന്ന് പറഞ്ഞാൽ ഒരു കടച്ചിട്ട് കീറിക്കളയുക. സുവിശേഷത്തിൽ 100 പറ ഗോതമ്പ് വാങ്ങിച്ചവനോട് അവിശ്വസ്തനായ ദാസൻ പറയുന്നു, നീ അത് 100 എന്നുള്ളത് വെട്ടി 50 എന്ന് എഴുതുക. അങ്ങനെ ഓരോരുത്തരുടെയും കടച്ചീട്ടിൽ കൃത്രിമം കാണിക്കുന്നത് കാണുന്നുണ്ട്. ഇവിടെ കടച്ചിട്ട് കീറിക്കളയുക എന്ന് പറഞ്ഞാൽ നിൻ്റെ കടമെല്ലാം നീക്കുക. വേറെ എന്നുള്ളത് ഖബാസ് എന്ന് യെശയ്യ 1:16 കൊടുത്തിട്ടുണ്ട്. നിൻ്റെ പാപങ്ങൾ രക്താംബരം പോലെ ചുമന്നിരുന്നാലും ഞാൻ അതിനെ ഹിമം പോലെ വെണ്മയാക്കും, കഴുകി വെടിപ്പാക്കുക. വേറൊരു വാക്ക് തഹർ എന്നാണ്. തഹറ എന്ന് പറഞ്ഞ പ്യൂരിറ്റി. നമ്മൾ ഓർക്കുക, നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഓട്ടുവിളക്കുകളും പാത്രങ്ങളും ഒക്കെ നമ്മൾ ചാരമിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽസ് ഉപയോഗിച്ചും അതിൻ്റെ ക്ലാവ് മാറ്റിയെടുക്കുന്ന ആ പ്രവൃത്തിയാണ് തഹർ എന്ന് പറയുന്നത്. അങ്ങനെ ദൈവം കടച്ചിട്ട് കീറിക്കളയണം, ദൈവം കഴുകി വെടിപ്പാക്കണം, അതുപോലെ പറ്റിയിട്ടുള്ള കളാവുകളും കളങ്കങ്ങളും ശുദ്ധീകരിച്ച് വെളുപ്പിക്കണം എന്നാണ് ഇവിടെ പറയുക. സങ്കീർത്തകൻ ദാവീദ് പറയുന്നു, സോപ്പ കൊണ്ട് എൻ്റെ മേൽ തളിക്കണമേ, അപ്പോൾ ഞാൻ വെടിപ്പാക്കപ്പെടും. ഇവിടെ ഈ യഹൂദന്മാർ ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുന്ന അവസരത്തിൽ ഒരു മൃഗത്തെ കൊല്ലുകയും ആ മൃഗത്തിൻ്റെ രക്തം ഹിസോപ്പിൽ മുക്കി ജനത്തിൻ്റെ മേൽ തളിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് വായിക്കുന്നു. കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവാനായി ഉപയോഗിച്ചിരുന്ന ഒരാചാരമാണ് ഹീസോപ്പിൻ്റെ തളിപ്പ്. അത് ഒരു ചുവന്ന നിറത്തിലുള്ള പശുക്കുട്ടിയെ കൊന്ന് അതിൻ്റെ ചാരവും മറ്റ് ചില കാര്യങ്ങളൊക്കെ ചേർത്ത് അങ്ങനെ ഒരു മിശ്രിതം ഉണ്ടാക്കി, അതുകൊണ്ട് ആ മിശ്രിതത്തിൽ ഹീസോപ്പ് മുക്കി
തളിക്കുന്ന ഒരു പതിവാണ് അന്നുണ്ടായിരുന്നു. ഹീസോപ്പ് ചെടി എങ്ങനെയുള്ളതായിരുന്നു? അത് ഭിത്തികളോടൊക്കെ പറ്റിച്ചേർന്ന് വളർന്നിരുന്ന ഒരു ചെടിയായിരുന്നു. സോളമൻ രാജാവിനെക്കുറിച്ച് പറയുന്നുണ്ട്, അവൻ മതിലിൽ വളരുന്ന പായൽ മുതൽ ലെബനോനിലെ കാരികൾ വരെയുള്ള എല്ലാ സസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും ലിസ്റ്റുണ്ടാക്കി എന്ന്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ രാമച്ചം എന്ന് പറയുന്ന ചെടി നമ്മൾ മനസ്സിലാക്കുക. അത് ധാരാളം വേരുകളുള്ള നല്ല സമൃദ്ധമായി വേരോടുകൂടി വളരുന്ന ഒരു ചെടിയാണ്. ഈ ചെടിയിൽ ഒരു ക്ഷാരഗുണം ഉണ്ടായിരുന്നു. ഹീസോപ്പ് എന്നുള്ള വാക്കിൽ നിന്നാണ് നമ്മുടെ ആധുനികമായ സോപ്പ് എന്നുള്ള വാക്ക് ഉണ്ടായത്. ഇതിൻ്റെ ഫലമായിട്ട് അവന് ശുദ്ധി വന്നിരുന്നു എന്നുള്ള സങ്കല്പമുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, യെശയ്യാ 1:18 പ്രാർത്ഥിക്കുന്നു, നിൻ്റെ പാപങ്ങൾ രക്താംബരം പോലെ ചുമന്നിരുന്നാലും ഞാനതിനെ ഹിമം പോലെ വെണ്മയുള്ളതാക്കാം. അപ്പോൾ വെണ്മ സൃഷ്ടിക്കണം എന്നുള്ളതും സങ്കീർത്തകൻ്റെ ഒരപേക്ഷയാണ്. പിന്നീട് അവൻ അറിയാതെ പറഞ്ഞു പോകുന്നു, എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന സന്തോഷം ഇപ്പോഴില്ല, അതുകൊണ്ട് ആ സന്തോഷം എനിക്ക് തിരികെ തരണം. എൻ്റെ തകർന്ന അസ്ഥികൾ വീണ്ടും പഴയ രൂപത്തിലാക്കണം. ഈ ഇൻ്റഗ്രിറ്റി, സമഗ്രത നഷ്ടപ്പെട്ടു. ജെറമ്യ 19:1 നാം വായിക്കുന്നു, ദൈവം ജെറമ്യയോട് പറയുന്നു, നീ കുശവൻ്റെ വീട്ടിൽ പോവുക, ഒരു കലം വാങ്ങിക്കുക, എന്നിട്ട് ജനത്തിൻ്റെയും ജനനേതാക്കന്മാരുടെയും മുമ്പിൽ വെച്ച് അത് അടിച്ച് പൊട്ടിക്കുക. എന്നിട്ട് അവരോട് പറയണം, ഈ മൺകലം തകർന്നതുപോലെ ഞാൻ ഈ ജനത്തെ തകർക്കും. പരസ്പരം കൂട്ടിച്ചേർക്കാനാവാത്ത വിധത്തിൽ കുശവൻ്റെ കലം തകർന്നതുപോലെ ഈ ജനത്തെയും നഗരത്തെയും തകർക്കും എന്ന് ജെറമ്യ 19:11 നാം വായിക്കുന്നു. അതുകൊണ്ട് ഇത് ഈ ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന പ്രവൃത്തിയാണ്. മനുഷ്യൻ്റെ ഇൻ്റഗ്രിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഇൻ്റഗ്രിറ്റി, സമഗ്രത തിരികെ കൊടുക്കുക. എന്നിട്ട് പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നെടുത്ത് കളയരുത്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇല്ല എങ്കിൽ ഞാൻ ഒരു വട്ടപൂജ്യമാണ്. അതുകൊണ്ട് ആ ആത്മാവിനെ എടുത്തു കളയരുത്. ഒരുക്കമുള്ള ഒരു ഹൃദയം, അതായത് ദൈവത്തിൻ്റെ കൽപ്പന കേട്ടാലുടൻ തന്നെ അതിനെ അനുസരിക്കുന്ന ഒരു ഹൃദയം എനിക്കുണ്ടാകണം എന്ന് പറയുന്നു. ഈ ഒരുക്കമുള്ള ഹൃദയം എന്ന് പറയുമ്പോൾ എസക്കിയേൽ 36:26 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കുക. അവിടെ ദൈവം തൻ്റെ കൽപ്പനകൾ മോശയുടെ കാലത്ത് കൽപ്പലകളിൽ എഴുതി കൊടുത്തു. എന്നാൽ ആകട്ടെ ഈ പുതുയുഗത്തിൽ, അരൂപിയുടെ ഈ യുഗത്തിൽ ദൈവം കൽപ്പനകൾ എഴുതുന്നത് ഹൃദയത്തിൻ്റെ മാംസളമായ ഭിത്തിയിലാണ്. അതുകൊണ്ട് ഈ മാംസളമായ ഹൃദയവും ഒരുക്കമുള്ള ഹൃദയവും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഒരു ഹൃദയം എന്നാണ്. എസക്കിയേൽ 37:11 നമ്മൾ വായിക്കുന്നു. 37 നാം വായിക്കുന്നു, എസക്കിയേൽ കാണുന്ന ദർശനം ഒരു താഴ്വര, അതിൽ മുഴുവൻ അസ്ഥി കൂമ്പാരങ്ങൾ. അപ്പോൾ ദൈവം അവനോട് കൽപ്പിക്കുന്നു, നീ ഈ അസ്ഥികളോട് പറയുക, ഇന്ന് കൂടിച്ചേരുക. അങ്ങനെ കിരുകിര ശബ്ദത്തിൽ ഈ പഴയ അസ്ഥികൾ എല്ലാം കൂടി പഴയ മനുഷ്യരൂപം വന്നു. അതിൽ മാംസം ഉണ്ടായി, അതിൽ ചർമ്മമുണ്ടായി, എന്നിട്ടും അതിൽ ജീവനുണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും ദൈവം പറയുന്നു, നീ പറയുക, 4 ദിക്കുകളിൽ നിന്നും ആത്മാവ് ഈ ശരീരത്തിലേക്ക് കടന്നു വരാൻ പറയുക. അങ്ങനെ 4 ദിക്കുകളിൽ നിന്നുള്ള റൂഹ, കാറ്റ് വന്നിട്ട് ഈ മനുഷ്യന്, നിർജീവനായ മനുഷ്യന്
ജീവൻ കൊടുക്കുന്നു. അപ്പോൾ ആത്മാവിൻ്റെ അഭാവം ആണ് മനുഷ്യൻ്റെ നാശത്തിന് കാരണമാകും. ഇനിയും അവസാനമായിട്ട് ഇതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ പാപിയുടെ മിഷൻ പ്രവർത്തനമാണ്. ശമറിയക്കാരി സ്ത്രീ യേശുവിനെ കണ്ടു. യേശു ഒരു വലിയ പ്രവാചകനാണെന്ന് അവൾ കേട്ടിരുന്നു. എന്നാൽ അവൾ ചെയ്തിട്ടുള്ള അവളുടെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം മുന്നറിവില്ലാതിരുന്ന യേശു ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു. നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു, ഇപ്പോൾ നിനക്കുള്ള ഭർത്താവും നിൻ്റേതല്ല എന്ന് പറയുമ്പോൾ വളരെ തകർന്ന ഒരു ജീവിതമാണ് ആ സ്ത്രീ നയിച്ചിരുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. എന്നാൽ യേശുവിനെ കണ്ട് യേശുവാണ് യഥാർത്ഥ രക്ഷകനെന്ന് മനസ്സിലാക്കിയ ശമറിയക്കാരി യേശുവുമായിട്ട് സംസാരിച്ച് തീർക്കുന്നതിന് മുമ്പ് തന്നെ ഗ്രാമത്തിലേക്ക് ഓടിയിട്ട് ആ ഗ്രാമീണരായിട്ടുള്ള ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നിങ്ങളും എൻ്റെ കൂടെ വരിക, ഞാനൊരു വലിയ മനുഷ്യനെ, ഒരു വലിയ പ്രവാചകനെ കണ്ടുമുട്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഇവൻ തന്നെ ആയിരിക്കുമോ മിശിഹ എന്ന് നിങ്ങൾ വന്ന് നോക്കുക. അങ്ങനെ ആ ഗ്രാമത്തിലെ മനുഷ്യർ മുഴുവൻ യേശുവിനെ സ്വീകരിച്ചു എന്ന് വായിക്കുന്നു. പാപിനിയായ സ്ത്രീയാണ് യേശുവിൻ്റെ ആദ്യത്തെ ഉത്ഥാനത്തിൻ്റെ ആദ്യ സാക്ഷി. മഗ്ദലന മറിയത്തിനാണ് ഉദ്ധിതനായ യേശു പ്രത്യക്ഷപ്പെടുന്നത്. ചില സുറിയാനി ഗ്രന്ഥങ്ങളിൽ മറിയത്തിനല്ല, മഗ്ദലന മറിയത്തിനല്ല, കർത്താവിൻ്റെ അമ്മയായ മറിയത്തിനാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് എന്ന് സുറിയാനി പിതാക്കന്മാർ പറയുന്നുണ്ട്. നമുക്ക് ബിബ്ലിക്കലായിട്ടുള്ള വെച്ച് മഗ്ദലന മറിയം എന്ന് പറയാം. അപ്പോൾ ഈ മഗ്ദലന മറിയമാണ് പിന്നീട് സുവിശേഷകയായിട്ട് മാറുന്നത്. അവളാണ് കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ വാർത്ത സ്ലീഹന്മാരോട് പോയി പറയുന്നത്. അതുകൊണ്ട് ഒരാൾ നേരത്തെ പാപിയായിരുന്നു എന്നുള്ളത് കൊണ്ട് ആളെ മുദ്ര കുത്തി തള്ളണമെന്നില്ല. ഹി ഓർ ഷീ ക്യാൻ ബി എ ഗ്രേറ്റ് മിഷണറി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ദാവീദും പറയുന്നുണ്ട്, ഞാൻ പാപികളെ നിൻ്റെ വഴി പഠിപ്പിക്കും. അപ്പോൾ അവൻ തന്നെ ഒരു മിഷണറിയുടെ ഭാവത്തിലേക്ക് മാറുകയാണ്. ഏറ്റവും അവസാനത്തെ പ്രാർത്ഥന, സിയോൻ്റെ മതിലുകൾ പണിതുയർത്തണം. മനുഷ്യൻ്റെ വ്യക്തിപരമായ ജീവിതം ശരിപ്പെടുമ്പോൾ അവൻ്റെ ഭവനവും അവൻ്റെ രാജ്യവും എല്ലാം ശരിപ്പെടും. സക്കവൂസിൻ്റെ ഭവനത്തിൽ യേശു വന്ന് അവന് മാനസാന്തരപ്പെട്ടപ്പോൾ അവൻ മറ്റുള്ളവരിൽ നിന്ന് മോഷ്ടിച്ചെടുത്തതെല്ലാം, അപഹരിച്ച് അന്യായമായിട്ട് എടുത്തിട്ടുള്ളതെല്ലാം 1 4 വീതം തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. ഇന്ന് സക്കവൂസിന് അല്ലെ നിനക്ക് രക്ഷയുണ്ടായി എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. അതുകൊണ്ട് ഒരാൾ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ അയാളുടെ ബന്ധപ്പെട്ട എല്ലാവർക്കും ആ രക്ഷയുടെ അനുഭവം ലഭിക്കുകയാണ്. ഈ ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ, ദൈവത്തിന് കീർത്തനം ആലപിക്കണമെങ്കിൽ അത് പാപമുക്തി ആവശ്യമാണ്. പ്രഭാഷകൻ 15:9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, സ്തോത്രഗീതം പാപിക്ക് ഇണങ്ങുന്നില്ല, അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല. ജ്ഞാനത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് സ്തോത്രഗീതം, കർത്താവാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരാൾ ദൈവത്തിന് സ്തോത്രഗീതം ആലപിക്കണമെങ്കിൽ പോലും he should be inspired by God. സ്തോത്രഗീതം പാപിയുടെ അധരത്തിൽ ഇണങ്ങുന്നില്ല. He will not do that. കാരണം അവന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റില്ല.
ഇവിടെ ദൈവത്തെ ദാവീദ് സ്തുതിക്കുന്നുവെങ്കിൽ അത് ദൈവം അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പാപം എന്താണെന്ന് നമ്മൾ കണ്ടു. പാപത്തിൻ്റെ ഫലം എന്താണ്? പാപത്തിൻ്റെ അവസ്ഥ അത് പേഴ്സണൽ ആൻഡ് സ്ട്രക്ചറൽ ആണ്. ഇത് ജന്മം മുതലേ നമ്മളെ ഗ്രസിക്കുന്ന ഒരു അവസ്ഥയാണ്. പാപത്തിൽ നിന്നുള്ള തിരിച്ചുവരവ് സ്വശക്തിയാൽ സാധിക്കുകയില്ല. അതിൽ ആദ്യം വേണ്ടത് ദൈവത്തിൻ്റെ ഇനിഷ്യേറ്റീവ്, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവം കടച്ചിട്ട് കീറിക്കളയണം, കഴുകി വെടിപ്പാക്കണം, വെളുപ്പിച്ച് മിനുക്കി ക്ലാവ് മാറ്റണം, ഈസോപ്പ് കൊണ്ട് തളിക്കണം, പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുത്. നല്ല തയ്യാറെടുപ്പുള്ള ഒരു ഹൃദയം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന കേട്ടാൽ ഉടനടി അനുഷ്ഠിക്കാനുള്ള മനസ്സ് ഉള്ള ഒരു ഹൃദയം, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഇൻ്റഗ്രലായിട്ടുള്ള ദൈവത്തിൻ്റെ വസതി ശരിയാക്കണം. ആ വസതി ഈ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ വസതി ശരിയാകുമ്പോൾ നാടും മതവും അവൻ്റെ സമൂഹവും എല്ലാം മെച്ചപ്പെടും എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അവസാനമായി സ്വയം മാനസാന്തരപ്പെടുന്ന വ്യക്തി മറ്റുള്ളവരെ കൂടി മാനസാന്തരപ്പെടുത്തുന്നു. അങ്ങനെ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് അരങ്ങേറുന്നത്. നമുക്കറിയാം ദാവീദിൻ്റെ പാപം 2 ശമൂവേൽ 11:12 വിവരിച്ചിട്ടുണ്ട്. അത് വായിച്ചു കഴിയുമ്പോഴാണ് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുന്നത്. 2 ശമൂവേൽ 11:12 പ്രവാചകൻ കടന്നു വരുമ്പോൾ ഒരു സ്റ്റോറി പറയുന്നു. ആ സ്റ്റോറിയുടെ അവസാനം പറയുന്നു, ആ മനുഷ്യൻ നീയാണ്. അപ്പോൾ അവിടെ ഒരു ദൈവികമായ ഇടപെടൽ ഉണ്ട്. മറ്റുള്ളവരെ കുറ്റം വിധിച്ചിരുന്ന ദാവീദ് പറയുന്നു, അവനിനി ജീവിച്ചിരിക്കാൻ പാടില്ല. അതായത് തനിക്ക് തൻ്റെ വീട്ടിൽ സ്വന്തം മകളെപ്പോലെ അവൻ കരുതിയിരുന്ന ഒരു ആട്ടിൻകുട്ടിയെ, പെണ്ണാട്ടിൻകുട്ടിയെ കവർന്നുകൊണ്ട് പോയി ഒരു അതിഥി വന്നപ്പോൾ അതിനെ സൽക്കരിച്ചു. ഈ സ്റ്റോറി പറഞ്ഞപ്പോൾ ദാവീദ് ചാടി എഴുന്നേറ്റ് പറഞ്ഞിട്ട് അവൻ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. തിരിച്ച് നാത്താൻ പ്രവാചകൻ ദാവീദിൻ്റെ ചങ്കിൻ്റെ നേരെ വിരൽ ചൂണ്ടിട്ട് പറയുന്നു, ആ മനുഷ്യൻ നീയാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രവാചക ദൗത്യവും പ്രവാചകന്മാരുടെ മറ്റ് പല പ്രവാചകന്മാരും, അതായത് പ്രത്യേകമായിട്ട് യെശയ്യ, ജെറമിയ, ഹോസിയ മുതലായിട്ടുള്ള പ്രവാചകന്മാരുടെ പ്രവാചക സങ്കല്പങ്ങളെല്ലാം ഒന്നുചേർന്ന് ഈ സങ്കീർത്തനത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ചരിത്ര പശ്ചാത്തലവും പ്രവാചകന്മാരുടെ സന്ദേശവും മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഈ 51-ാം സങ്കീർത്തനം എത്ര അർത്ഥവത്താണ് എന്ന് നമുക്ക് ആഴമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ശുശ്രൂഷയിലും തിഷ്മസ്തായിലും അതുപോലെ കൂദാശകളിലും കുർബാനയിൽ പ്രത്യേകിച്ച് വൈദികൻ രഹസ്യമായി കുർബാനയ്ക്ക് ഒരുങ്ങുന്ന പ്രാർത്ഥനയിലും എല്ലാം 51-ാം സങ്കീർത്തനം വരുന്നതിൻ്റെ കാരണം ഇതാണ്. ദൈവം പാപിക്ക് ബലിയർപ്പിക്കാൻ പറ്റില്ല, ദൈവത്തെ സ്തുതിക്കാൻ പറ്റില്ല, ദൈവത്തിന് ചേർന്ന സ്തുതികൾ അർപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം പാപമോചനം, അതിനുശേഷം സ്തുതി, അതിനുശേഷം ബലിയർപ്പണം. ഇതാണ് നമ്മുടെ ആരാധനക്രമത്തിൽ അതിൻ്റെ സങ്കല്പം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു രുചി
പിടിക്കുന്ന മാത്രം വ്യാഖ്യാനങ്ങൾ മാത്രമേ എനിക്ക് ഈ 3/4 മണിക്കൂർ കൊണ്ട് തരാൻ സാധിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ആഴമായ പഠനം നടത്തണമെങ്കിൽ ധാരാളം മണിക്കൂറുകൾ നമ്മളതിനു വേണ്ടി ചെലവഴിക്കണം. അപ്പോൾ ഈ 51-ാം സങ്കീർത്തനം സങ്കീർത്തനങ്ങളുടെ സങ്കീർത്തനമാണ്. അത് നമ്മുടെ ആത്മീയതയുടെ അടിത്തറയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു ജെസ്യൂട്ട് വൈദികൻ ചോദിച്ചു, മാർപ്പാപ്പയായിട്ട് അവരോധിക്കപ്പെട്ടപ്പോൾ, ഹൗ ഡു യു അണ്ടർസ്റ്റാൻഡ് യുവർ ഐഡൻറ്റിറ്റി? അദ്ദേഹത്തിൻ്റെ സ്വത്വം എങ്ങനെ മനസ്സിലാക്കും? മാർപ്പാപ്പ യാതൊരു സംശയം കൂടാതെ പറഞ്ഞു, ഐ ആം എ സിന്നർ, ദാറ്റ്സ് മൈ ഐഡൻറ്റിറ്റി. അപ്പോൾ വിശുദ്ധിയുടെ ഒരടയാളമാണ് സ്വന്തം പാപം അംഗീകരിക്കുക എന്നുള്ളത്. ഞാൻ പാപിയാണ്, ഞാൻ ബലഹീനനാണ് എന്ന് സമ്മതിക്കുന്നതിലാണ് ആത്മീയത. അതും നമ്മൾ മനസ്സിലാക്കുക. ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഈ പശ്ചാത്താപ ബോധത്തോടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായമില്ലാതെ, ദൈവത്തിൻ്റെ ശക്തിയില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. സന്തോഷം എനിക്ക് വീണ്ടും തരണം, എൻ്റെ തകർന്ന അസ്ഥികൾക്ക് വീണ്ടും കൂട്ടിച്ചേർക്കണം, എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആ സമഗ്രത വീണ്ടും തരണം എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ തകർന്ന ഒരവസ്ഥയാണ്. തകർന്ന ഹൃദയമാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. നമുക്ക് ഇതിനെക്കുറിച്ച് ഉള്ള പഠനം തുടരാം. ഞാനിന്ന് നിങ്ങൾക്ക് 2 പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇത് പുതിയ പുസ്തകങ്ങളൊന്നുമല്ല. ദ ജെറോം ബിബ്ലിക്കൽ കമൻറ്ററി. ഇത് വളരെ പഴയൊരു പുസ്തകമാണ്, എങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. സങ്കീർത്തനങ്ങളെക്കുറിച്ചുള്ള ആമുഖം വളരെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാൻ പോകുന്ന വിജ്ഞാന സാഹിത്യത്തെക്കുറിച്ചുള്ള നല്ല ഇൻട്രഡക്ഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ സഹപാഠി ആയിരുന്ന ഏബ്രഹാം പേഴുങ്കാട്ടിലച്ചൻ രചിച്ചിട്ടുള്ള മലയാളത്തിൽ ഉള്ള സങ്കീർത്തനങ്ങൾ എന്നുള്ള പുസ്തകം നിങ്ങൾക്ക് ബുക്ക് ഷോപ്പുകളിൽ ലഭിക്കും. അതുപോലെ ഡോക്ടർ പോൾ കല്ലുവീട്ടിൽ CMI വചനഭാഷ്യത്തിലെ 3-ാം വോളിയത്തിലെ സങ്കീർത്തനങ്ങളെക്കുറിച്ചും വിജ്ഞാന ഗ്രന്ഥങ്ങളെക്കുറിച്ചും സമഗ്രമായിട്ട് പറയുന്നുണ്ട്. ഇംഗ്ലീഷിലുള്ള പുസ്തകം, മലയാളത്തിലുള്ള പുസ്തകം മാത്രമാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആർത്തർ വൈസർ ദ സാംസ് എന്നുള്ള ഈ പുസ്തകം, അതും ഇംഗ്ലണ്ടിൽ അടിച്ചതാണെങ്കിലും ഇന്ത്യയിലും അതിൻ്റെ പതിപ്പുകൾ ഇറങ്ങുന്നുണ്ട്. ഇതുപോലെ 100 കണക്കിന് പുസ്തകങ്ങൾ സങ്കീർത്തനങ്ങളെക്കുറിച്ചുണ്ട്. നമ്മുടെ POC ബൈബിളിൽ പോലും ചെറിയ ഒരു ഇൻട്രഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആദ്യം ആ ഇൻട്രഡക്ഷൻ വായിച്ചാൽ പിന്നീട് സങ്കീർത്തനങ്ങളിലേക്ക് കടക്കുമ്പോൾ അത് കൂടുതൽ സഹായമായി തീരും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.